നമസ്തേ. ചാനൽ 5+ലേക്ക് സ്വാഗതം. മതപരമായ ആചാരങ്ങളോടുള്ള ഇടതുപക്ഷ സമീപനം നമുക്കറിയാം. അവ മാറേണ്ടതാണ്, മാറ്റപ്പെടേണ്ടതാണ് എന്നാണ് ആ സമീപനം. ഇപ്പോൾ പക്ഷേ ക്ഷേത്രോത്സവങ്ങളും അതോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും സംരക്ഷിക്കണമെന്ന വാദവുമായി ആവശ്യവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷം. പ്രത്യേകിച്ചും തൃശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലയിൽ ക്ഷേത്രാചാരങ്ങൾ തനിമ ചോരാതെ നിലനിർത്തണമെന്നാണ് തൃശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുത്വ ശക്തികളുടെ ശക്തമായ ആവശ്യം. ആനയെഴുന്നള്ളിപ്പും വെടിക്കെട്ടും ഒരു നിയന്ത്രണവുമില്ലാതെ നടത്തണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിനൊപ്പമാണ് ഇടതുപക്ഷം ആചാര സംരക്ഷണവാദികളായ ഹിന്ദുത്വവാദികളുടെ ഒപ്പം. വിചിത്രമാണെന്ന് തോന്നാം, അങ്ങനെ തന്നെയാണ്. പക്ഷേ ആചാര സംരക്ഷണത്തിന് മുമ്പിൽ നിൽക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ ഹിന്ദുത്വവാദികളുമായി ഇടതുപക്ഷം ഒരു മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന പ്രതീതിയാണ് മൊത്തത്തിൽ കിട്ടുന്നത്. എല്ലാ തലകളും ആചാര സംരക്ഷണത്തിന്റെ ചുമരിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്. CPIയുടെ ഫയർ ബ്രാൻഡ് യുവ നേതാക്കളായ VS സുനിൽകുമാർ, P ബാലചന്ദ്രൻ MLA, മന്ത്രി K രാജൻ തുടങ്ങിയവർ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ക്ഷേത്രാചാരങ്ങൾ അതേപടി സംരക്ഷിക്കണം എന്ന മുദ്രാവാക്യവും ആവശ്യവുമായി രംഗത്ത് സജീവമാണ്. അമ്പല കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന ആചാര സംരക്ഷണ കൺവെൻഷനുകളിൽ വരെ ഈ സഖാക്കൾ സജീവ സാന്നിധ്യമാണിപ്പോൾ. CPMഉം ഒട്ടും പുറകിലല്ല. പാർട്ടിയുടെ തൃശൂർ ഏരിയ സമ്മേളനത്തിൻ്റെ പ്രധാന പ്രമേയങ്ങളിലൊന്ന് തൃശൂർ പൂരത്തിൻ്റെ തനിമ നിലനിർത്തണം എന്നായിരുന്നു. ആനകളെ 3 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി എഴുന്നള്ളിക്കരുത്. എഴുന്നള്ളിക്കുന്ന ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം നിഷ്കർഷിച്ചുമുള്ള കേരള ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദാക്കിയത്, സ്റ്റേ ചെയ്തത് ആചാര സംരക്ഷണവാദികളെക്കാൾ ആഹ്ലാദിപ്പിച്ചത് ഇടതുപക്ഷത്തെ ആയിരുന്നുവെന്ന് അന്നത്തെ അവരുടെ പ്രകടനം നമുക്ക് തോന്നിപ്പിക്കും. 30 മണിക്കൂർ നീളുന്ന സിംഫണി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കാവ്യാത്മകമാക്കിയ പൂരത്തിൻ്റെ ആചാരങ്ങളാണ് ആന എഴുന്നള്ളിപ്പ് എന്നാണ് ആചാര സംരക്ഷണവാദികൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. വളരെ കൊമേഴ്സ്യൽ ആയ വെടിക്കെട്ട് പോലും ആചാരമാണത്രേ. ഈ ആചാരങ്ങൾക്ക് 5000 വർഷത്തെ പാരമ്പര്യവും പഴക്കവും ഉണ്ടെന്നാണ് ഇവരുടെ വാദം. ഹിന്ദു പുരാണ പ്രകാരം ആനകൾ ഗണപതിയുടെ പ്രതിരൂപമാണ്. പക്ഷേ ഉത്സവക്കാലം ഈ മിണ്ടാപ്രാണികൾക്ക് കഷ്ടകാലമാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകൾക്ക് നെറ്റിപ്പട്ടം കെട്ടി തിടമ്പേറ്റി പുലർച്ചെ ആരംഭിക്കുന്ന ആനകളുടെ എഴുന്നള്ളത്ത് ഏതാണ്ട് രാത്രി 9-10 മണിയോടെയാണ് അവസാനിക്കുക. ഏതാണ്ട് 106 ആനകളോളം വിവിധ ദേവസ്വങ്ങൾക്ക് വേണ്ടി ഈ 30 മണിക്കൂർ സിംഫണിയിൽ അണിനിരക്കും എന്നാണ് പറയുന്നത്. ആ വിശദാംശങ്ങൾ ഇവിടെ ഇപ്പോൾ പ്രസക്തമല്ല. പൂരവിവാദത്തിൽ വിശ്വാസകാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് പറയുന്ന കരകളഞ്ഞ ഹിന്ദുമത വിശ്വാസികൾ തന്നെയാണ് ഇതിനെതിരെ കോടതിയിൽ പരാതിയുമായി ചെന്നിട്ടുള്ളത്. ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും പരിസ്ഥിതിക്കും ദൈവത്തിനും വിരുദ്ധമാണ്, എതിരാണ് എന്നാണ് ഇവരുടെ വാദം. അപ്പോൾ വിശ്വാസികളിലെ 2 പക്ഷങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമാണിത്. പൂരത്തിന് സെല്ലിംഗ് പീസായ കുടമാറ്റത്തിന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇരുഭാഗത്തുമായി 15 ആനകളെ വീതമാണ് അണിനിരത്തുന്നത്. ഏതാണ്ട് 20 മീറ്ററിൽ താഴെ സ്ഥലത്ത് തിക്കി ഞെരുക്കിയാണ് ഈ 15 ആനകളെയും ഇരുഭാഗവും നിർത്തുക. അവയുടെ പള്ള, വയറുകൾ തമ്മിൽ ഈ അവസ്ഥയിൽ ഉരയുന്ന സ്ഥിതി ഉണ്ടാവും. അതൊഴിവാക്കാൻ 2 ആനകളുടെ വയറുകൾ തമ്മിൽ 3 മീറ്റർ ഗ്യാപ്പ് ഇടണം എന്നാണ് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം. അതായത് ഓരോ ആനയും തമ്മിൽ 3 മീറ്റർ അകലം എന്ന കണക്കിന് 15 ആനകൾ തമ്മിൽ ഏതാണ്ട് ഗ്യാപ്പ് മാത്രം വരും 40 മീറ്ററോളം. ഒരാനയ്ക്ക് നിൽക്കാൻ ഏതാണ്ട് 1.5 മീറ്റർ സ്ഥലം
എന്ന തോതിൽ 22 മീറ്റർ വേണം ഈ 15 ആനകൾക്ക് നിൽക്കാൻ. ആകെ ഏകദേശം 70 മീറ്റർ നീളത്തിലാണ് ആനകളെ അപ്പോൾ കുടമാറ്റത്തിന് അണിനിരത്താനാവുക. അതേപോലെ ആനകളിൽ നിന്ന് 8 മീറ്റർ അകലെയാണ് ഈ കൊട്ടുകാർ നിൽക്കേണ്ടത്. തീവെട്ടി, ആ പന്തം പോലുള്ള സാധനം ആനയിൽ നിന്നും 5 മീറ്റർ അകലെ മാത്രമേ പിടിക്കാവൂ. മൊത്തത്തിൽ ആൾക്കൂട്ടത്തിനും ആനക്കൂട്ടത്തിനും സുരക്ഷയാണ് ഉത്തരവ് വഴി ഹൈക്കോടതി ലക്ഷ്യമിട്ടത്. ഈ ഉത്തരവിനാണ് ജസ്റ്റിസ് നാഗരത്നം അടക്കമുള്ള സുപ്രീം കോടതി ബെഞ്ച് സ്റ്റേ അനുവദിച്ചത്. ഈ സ്റ്റേ താൽക്കാലികമാണ് എന്നത് വേറൊരു കാര്യം. ഇവിടെ പ്രശ്നം വോട്ട് ബാങ്കാണ്. ശക്തമായ ഒരു വോട്ട് ബാങ്കാണ് പൂരവുമായി ബന്ധപ്പെട്ട ദേവസ്വങ്ങളുടേത്. CPI പ്രതിനിധീകരിക്കുന്ന തൃശൂർ അസംബ്ലി മണ്ഡലത്തിലെ ഒരു സൈസബിൾ വോട്ട് ബാങ്കാണ് ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത്. ഇതിൽ ആളും അർത്ഥവും കൊണ്ട് വളരെ പ്രബലമാണ് ഈ ദേവസ്വങ്ങൾ. പ്രബലമായ ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് കൂടിയാണിത്. ആദ്യകാലങ്ങളിൽ ഇതൊക്കെ നിർദോഷക ഘടകങ്ങളായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഹിന്ദു സെന്റിമെന്റ്സിനെ ചുറ്റിപ്പറ്റിയ ഈ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയ ഗുണഭോക്താക്കൾ അക്കാലത്ത് ആദ്യകാലത്ത് കോൺഗ്രസ് ആയിരുന്നു. MLA ആയിരുന്ന കാലത്ത് ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ അത് വളരെ ഭംഗിയായി ആ വോട്ട് ബാങ്കിനെ കൊണ്ടു നടന്നു. തേറമ്പിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി പിൻവലിയുകയും ദേവസ്വങ്ങളുടെ തലപ്പത്ത് താക്കോൽ സ്ഥാനങ്ങളിൽ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ താക്കോൽ സ്ഥാനങ്ങളിൽ അവയുടെ ധനശക്തിയായും ചില പുതിയ സമ്പന്നർ വരികയും ചെയ്തതോടെ പൂരം ഒരു വിലപേശൽ ഉപകരണമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അധികാരത്തെ മെരട്ടാൻ ഇക്കൂട്ടർ പൂരത്തെ ഉപയോഗിച്ചു തുടങ്ങി. അതിന് സമാന്തരമായിട്ട് ശക്തിപ്പെട്ട ഹിന്ദുത്വ ശക്തികൾ ഇത് തങ്ങളുടെ രാഷ്ട്രീയ ഭാഗധേയത്തിനും ഭാഗ്യാന്വേഷണത്തിനുമുള്ള അവസരമാക്കാൻ ശ്രമിച്ചു. കുളം കലക്കി മീൻ പിടിക്കാനായിരുന്നു അവരുടെ നോട്ടം. തൃശ്ശൂരും പൂരവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വത്സൻ തില്ലങ്കേരിയെ പോലുള്ളവർ തമ്പടിച്ചാണ് 24-ലെ പൂരം കലക്കിയതും അതിൻ്റെ ഗുണഭോക്താവായി സുരേഷ് ഗോപി MP വിജയിച്ചതും. ആനയ്ക്ക് സംരക്ഷണം കൊടുക്കാനുള്ള കോടതിയുടെ ശ്രമങ്ങളാണ് ആചാരവിരുദ്ധമെന്ന് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പുകാരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പറയുന്നത്. ഹിന്ദു ഐക്യവേദിയും മറ്റ് സംഘപരിവാർ സംഘടനകളും ഇതിൽ പങ്കെടുക്കുന്നതും ഇതിൽ താല്പര്യമെടുക്കുന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഒരു പരിധിവരെ കോൺഗ്രസിന്റെ താല്പര്യവും മനസ്സിലാക്കാം. പക്ഷേ ഇടതുപക്ഷം, ഇടതു സംഘടനകൾ, ഇടതു പാർട്ടികൾ അവരെക്കാൾ ഉച്ചത്തിൽ ആചാരവാദികൾക്ക് കോറസ് പാടുന്നതിന്റെ പൊരുളെന്താണ്? അതാണ് മനസ്സിലാവാത്തത്. ഇക്കാര്യത്തിൽ ഒറ്റ തോണിയിലാണ് എല്ലാവരും. CPI ആണ് മുന്നിൽ. അവിടെയാണ് നടേ പറഞ്ഞ വോട്ട് ബാങ്കിന്റെ പ്രസക്തി വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VS സുനിൽകുമാർ സുനിശ്ചയമെന്ന് കരുതിയിരുന്ന തൃശൂർ ലോക്സഭാ സീറ്റ് അവസാന നിമിഷത്തിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തിയ ചില പ്രത്യേക ഇടപെടലുകളിലൂടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും തെറിച്ചു പോവുകയാണുണ്ടായത്. അന്നു മുതൽ പൂരത്തിൽ കൈവശം കൊടുത്ത പോലെയാണ് CPIയുടെ മാനസികാവസ്ഥ. പൂരം ആചാര സംരക്ഷണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കേട്ടുകഴിഞ്ഞാൽ അതെല്ലാം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലുള്ളതുപോലെയാണ് CPIക്ക് അനുഭവപ്പെടുന്നത്. പറഞ്ഞല്ലോ, CPMന് തൃശ്ശൂർ ഏരിയ സമ്മേളനത്തിന് പ്രമേയത്തെക്കുറിച്ച് അവർ മോശമല്ല. ഉത്സവങ്ങൾ തനിമ സംരക്ഷിച്ച ആചാരങ്ങൾ നിലനിർത്തി കൊണ്ടുപോകണം എന്നായിരുന്നു ഇവരുടെയൊക്കെ സ്പിരിറ്റ്. പക്ഷേ ഇതൊന്നും ആചാരത്തിന്റെ ഭാഗമേ അല്ല എന്നതാണ് കോടതിയുടെ നിലപാട്. ഒരു ഗ്രന്ഥത്തിലും ഇവ ആചാരമാണെന്ന് പറയുന്നുമില്ല. മഴ മൂലം ആറാട്ടുപുഴ പൂരത്തിനെത്താൻ വൈകിയ തൃശ്ശൂരിലെ ക്ഷേത്രങ്ങളെ അവിടെ കയറ്റാത്തതിന്റെ പേരിൽ 1796 ശക്തൻ തമ്പുരാൻ ആവിഷ്കരിച്ചതാണ് തൃശ്ശൂർ പൂരം എന്നാണ് ചരിത്രം. ഒരു താന്ത്രിക തീരുമാനമല്ല ഇത്. ശുഭിതനായ ഒരു രാജാവ്
228 വർഷം മുമ്പ് മനോഹരമായ ഒരു ഉത്സവം നടത്താനെടുത്ത ഭരണപരമായ തീരുമാനം, അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാം. കരിവീരന്മാരും കരിമരുന്നുമെല്ലാം ആഘോഷത്തിന്റെ ഗാംഭീര്യം കൂട്ടാൻ കാലക്രമേണ അവതരിപ്പിക്കപ്പെട്ട പരിഷ്കാരങ്ങളാണ്. 3 വർഷം മുമ്പ് RSS മുഖപത്രമായ കേസരി വാരികയുടെ കവർ സ്റ്റോറി പൂരത്തിന് വെടിക്കെട്ടും ആനയും വേണ്ട എന്നായിരുന്നു. കരിമരുന്നും വേണ്ടെന്ന് പണ്ടുപണ്ടേ ശ്രീനാരായണ ഗുരു വിശ്വാസികളെ ഉപദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ആചാരമാക്കി തൽപര കക്ഷികൾ അവതരിപ്പിക്കുന്നത്. അതിനെയാണ് CPIയും CPIMും അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കുന്നത്. സംഘപരിവാർ സംഘടനകൾക്ക് എന്തും പറയാം ഇക്കാര്യത്തിൽ. അതല്ലല്ലോ ഇടതുപക്ഷ സംഘടനകളുടെ നില. തനിമ ചോരാതെ പൂരം നടത്തണം എന്നാണെങ്കിൽ ശക്തൻ തമ്പുരാൻ അന്ന് പൂരം തുടങ്ങിയ കാലത്തേക്ക് തന്നെ പോകേണ്ടി വരും. ശക്തന്റെ കാലത്ത് ഇന്നത്തേതുപോലെ കെങ്കേമമായ വെടിക്കെട്ടും ഇത്രമാത്രം ആനകളുമൊന്നും അണിനിരത്തിക്കൊണ്ടിട്ടുള്ള പൂരമായിരിക്കില്ല ഉണ്ടായിരിക്കുക. പിന്നെ എങ്ങനെയാണ് ഈ കെട്ടുകാഴ്ചകളും ശബ്ദകോശങ്ങളും ആചാരമാകുന്നത്? തനിമ ചോരാതെ പൂരം നിലനിർത്തുകയാണ് വേണ്ടതെങ്കിൽ ഈ കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കി ശക്തന്റെ കാലത്തെ പൂര സംസ്കാരത്തിലേക്ക്, പൂരസമ്പ്രദായത്തിലേക്ക് പോകുകയാണ് വേണ്ടത് എന്നൊരു വാദമുണ്ട്. ഇപ്പോൾ കാണുന്ന ആഘോഷങ്ങൾ കാലം കൊണ്ടുവന്നതാണ്. പണത്തിന്റെ അതിപ്രസരം വന്നതോടുകൂടി വന്ന കെട്ടുകാഴ്ചകൾ. വ്യക്തമായും പറയാം, ഗൾഫ് പണം. ഇവിടെ തങ്ങളുടെ രാഷ്ട്രീയത്തിനനുസൃതമായി മറ്റുള്ളവരുടെ രാഷ്ട്രീയത്തെ, നിലപാടുകളെ മാറ്റിയെടുക്കുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് വിജയിക്കുന്നത്. പൂരവിവാദത്തിൽ കാണുന്നത് ഇവരുടെ ഈ വിജയമാണ്. ഇതുവഴി ഉണ്ടാവുന്ന സാമൂഹിക ധ്രുവീകരണമാണ് അപകടകരമാവുന്നത്. ആ അപകടം കാണാതെയാണ് ഇടതുപക്ഷം ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി.